സുഹൃത്തുക്കളെ, എസ് ആൻഡ് സ്റ്റോറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശൂർ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. കാലങ്ങളിലൂടെ പാരമ്പര്യവും ആത്മീയതയും ചേർന്ന് ജീവിക്കുന്നൊരു നാട്. അവിടെയാണ് മഹത്വത്തോടെ ഉയർന്നു നിൽക്കുന്ന വടക്കുംനാഥ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയാണ്. സാധാരണ ക്ഷേത്ര ദർശനത്തിനായി ഈ നടയിലൂടെയാണ് ഭക്തർ പോകുന്നത്. ഐതിഹ്യമനുസരിച്ച് വിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമനാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ക്ഷേത്രത്തിന്റെ ഉത്ഭവം ഒരു സഹസ്രാബ്ദത്തിലേറെ പഴക്കമുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുരാതന കേരളത്തിന്റെ ഭരണാധികാരികളുടെ കാലത്തേക്ക് നീളുന്ന ഈ ദൈവിക കേന്ദ്രം അനവധി പുരാണ കഥകളുടെയും ചരിത്ര സാക്ഷ്യങ്ങളുടെയും സങ്കലനമാണ്. തൃശൂർ പൂരം പോലുള്ള മഹോത്സവത്തെ രൂപകൽപ്പന ചെയ്ത ശക്തൻ തമ്പുരാൻ പോലുള്ള സാംസ്കാരിക പരിഷ്കർത്താക്കളുമായി ഉള്ള ബന്ധം ക്ഷേത്രത്തിന്റെ മഹത്വത്തെയും പൈതൃകത്തെയും കൂടുതൽ ഉന്നതിയിലേക്ക് ഉയർത്തുന്നു. കാലത്തിന്റെ പ്രവാഹത്തിലൂടെ ഇന്നും ഈ ക്ഷേത്രം വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിച്ചിരിക്കുന്ന സാക്ഷ്യമായി നിലകൊള്ളുന്നു. ഒരു ക്ഷേത്രം മാത്രമല്ല, ഒരു വിശ്വാസത്തിന്റെ ശ്വാസം. തൃശൂരിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന വടക്കുംനാഥ ക്ഷേത്രം അതിൻ്റെതായ ആത്മീയ രഹസ്യങ്ങളിൽ ഏറ്റവും പവിത്രമായത് ശ്രീമൂലസ്ഥാനം. പടിഞ്ഞാറൻ ഗോപുരത്തിനു പുറത്തായി നിശബ്ദമായി നിലകൊള്ളുന്ന ഈ സ്ഥലം ഒരു സാധാരണ ഇടമല്ല. കാലത്തിന്റെ മറവിൽ മറഞ്ഞുപോയ ഒരു ദൈവിക ഉദയം. പുരാണങ്ങൾ പറയുന്നത് ഒരു കാലത്ത് ഇവിടെ ഒരു പുണ്യ ആൽമരത്തിന്റെ ചുവട്ടിൽ അപ്രതീക്ഷിതമായി ഒരു പ്രകാശലിംഗമായി ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ശബ്ദമില്ലാത്ത ഒരു ദിവ്യപ്രകാശം, ഭൂമിയെയും ആകാശത്തെയും ഒരുമിപ്പിച്ച ഒരു അത്ഭുതം. ആ ദൈവിക സാന്നിധ്യത്തിന്റെ ആദ്യ സ്പർശം അനുഭവിച്ച ഈ മണ്ണാണ് ശ്രീമൂലസ്ഥാനം. ശേഷം ആ മഹത്തായ ശക്തി ക്ഷേത്രത്തിന്റെ കോവിലേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടു. പക്ഷേ ഈ സ്ഥലവും ഇന്നും അതേ ദൈവിക ഊർജം ചെരിയുന്നു. കാലം മാറി, യുഗങ്ങൾ കടന്നുപോയി, എന്നാലും ഇവിടെ നിൽക്കുന്ന ഓരോ ആത്മാവും ഇന്നും അതേ പ്രകാശത്തിന്റെ സ്പർശം അനുഭവിക്കുന്നു. ഇതൊരു സ്ഥലം മാത്രമല്ല, ഇത് വിശ്വാസത്തിന്റെ ഉദയം, ദൈവികതയുടെ ആദ്യ സ്പന്ദനം, ശ്രീമൂലസ്ഥാനം. തൃശൂരിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപ്രധാനമായ തുറന്ന സ്ഥലവും സാംസ്കാരിക നാഴികക്കല്ലുമാണ് തേക്കിൻകാട് മൈതാനം. പുരാതന വടക്കുംനാഥൻ ക്ഷേത്രത്തെ ചുറ്റി 65 ഏക്കർ വിസ്തൃതിയുള്ള ഈ ഓവൽ മൈതാനം നഗരത്തിന്റെ ഹരിത ഹൃദയവുമായും പ്രധാന ഉത്സവങ്ങളുടെയും പൊതുജീവിതത്തിന്റെയും പ്രഭവ കേന്ദ്രമായും വർദ്ധിക്കുന്നു. ഒരിക്കൽ ഇടതൂർന്ന തേക്ക് വനമായിരുന്നു ഈ പ്രദേശം. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ശക്തൻ തമ്പുരാൻ രാജാവ് വെട്ടിത്തെളിച്ച് ഒരു ആസൂത്രിത തേക്ക് വനത്തിന്റെ കേന്ദ്രമാക്കി. മൈതാനവും സ്വരാജ് റൗണ്ട് എന്നറിയപ്പെടുന്ന വൃത്താകൃതിയിലുള്ള റോഡും കൊണ്ട് ചുറ്റപ്പെട്ട മധ്യ കുന്നിൻ മുകളിലാണ് വടക്കുംനാഥൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 9 പ്രധാന റോഡുകൾ പുറത്തേക്ക് പ്രസരിക്കുന്നു. ലോകപ്രശസ്തമായ തൃശൂർ പൂരം നടക്കുന്ന സ്ഥലമെന്ന നിലയിൽ തേക്കിൻകാട് മൈതാനം അറിയപ്പെടുന്നു. അലങ്കരിച്ച ആനകൾ, താളവാദ്യങ്ങൾ, വെടിക്കെട്ടുകൾ എന്നിവയ്ക്ക് പേരുകേട്ട ഒരു ഉത്സവമാണിത്. രാഷ്ട്രീയ റാലികൾ, സാംസ്കാരിക പരിപാടികൾ, വമ്പിച്ച പുഷ്പപരവതാനികൾ ഉൾപ്പെടെയുള്ള ഓണാഘോഷങ്ങൾ എന്നിവയും ഇവിടെ നടക്കുന്നു. അതിന്റെ ആചാരപരമായ ഉപയോഗത്തിനപ്പുറം തേക്കിൻകാട് മൈതാനം ഒരു നഗര പൊതുസ്ഥലമായി പ്രവർത്തിക്കുന്നു. നടക്കാൻ പോകുന്നവർക്കും ചെസ്, കാർഡ് കളിക്കാർക്കും യാത്രക്കാർക്കും ഒരു സായാഹ്ന ഒത്തുചേരലിടമായി. അതിന്റെ തണലിലുള്ള വിസ്തൃതി തിരക്കേറിയ തൃശൂർ നഗരത്തിന് സാംസ്കാരിക സ്വത്വവും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും നൽകുന്നു. എന്നാൽ ഈ ശാന്തത ഒരു പ്രത്യേക സമയത്ത് അവിസ്മരണീയമായ ഒരു ആഘോഷമായി മാറുന്നു. ഈ മണ്ണ് ഓരോ വർഷവും സാക്ഷിയാകുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മഹോത്സവത്തിന്. തൃശൂരിന്റെ ഹൃദയത്തിൽ ഓരോ വർഷവും ആവർത്തിക്കുന്ന അത്ഭുതം, തൃശൂർ പൂരം. മേളത്തിന്റെ ഗർജനം, കുടമാറ്റത്തിന്റെ വർണ്ണ വിസ്മയം, വെടിക്കെട്ടിന്റെ ആകാശ വിസ്ഫോടനം, ഇവയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, നേരിട്ടോ അല്ലെങ്കിൽ ടെലിവിഷൻ സ്ക്രീനുകളിലൂടെയോ. പക്ഷേ പൂരത്തിന്റെ യഥാർത്ഥ കഥ ഇതിലൊതുങ്ങുന്നില്ല. പലരും ഇവിടെ എത്തുന്നു, ആ വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കുന്നു, പിന്നീട് തിരിച്ചു പോകുന്നു. എന്നാൽ ആ ആഘോഷത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അറിയപ്പെടാത്ത ചില നിമിഷങ്ങളുണ്ട്. പരമ്പരാഗതകളുടെ ശബ്ദമില്ലാത്ത പാദഛായകൾ,
നൂറ്റാണ്ടുകളുടെ കഥകൾ പറയുന്ന അനുഷ്ഠാനങ്ങൾ. ഈ വീഡിയോ പൂരത്തെ കാണിക്കാനല്ല, പൂരത്തിന്റെ അകത്തളങ്ങൾ കാണിക്കാനാണ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത പൂരത്തിന്റെ മറ്റൊരു മുഖം. ഇത് ഒരു ഉത്സവം മാത്രമല്ല, ഇതൊരു സംസ്കാരത്തിന്റെ ആത്മാവാണ്. ഇത് പാറമേക്കാവിന്റെ പൂരപ്പന്തലാണ്. പൂരത്തിന്റെ കൊടി ഉയരുമ്പോൾ, ആഘോഷത്തിന്റെ ഹൃദയതാളം വേഗം പിടിക്കുമ്പോൾ, ഭക്തിയുടെ മറ്റൊരു മുഖം ശാന്തമായി വിരിയുന്നു. തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം, പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. ഇവിടങ്ങളിൽ ഭക്തർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു പവിത്രാനുഭവം പറവയ്ക്കൽ. അരി, നെല്ല്, മലർ, അവിൽ, ശർക്കര, ഇഞ്ചി. സാധാരണയായി ഈ വഴിപാടുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു ആത്മസമർപ്പണത്തിന്റെ അതുല്യഭാവം. ഇവിടെ ദൂരത്തുനിന്ന് ഒന്നും കൊണ്ടുവരേണ്ടതില്ല. ക്ഷേത്രത്തിന്റെ വഴിപാട് കൗണ്ടറിൽ നിന്നൊരു രസീത്. അതോടെ ഭക്തിയുടെ യാത്ര ആരംഭിക്കുന്നു. ആർക്കും വരാം, തങ്ങളുടെ സൗകര്യപ്രകാരം, സ്വന്തമായ പ്രാർത്ഥനകളുമായി. ഞങ്ങളും ആ അനുഭവത്തിന്റെ ഭാഗമായിരുന്നു. തിരുവമ്പാടിയിൽ അവിലിന്റെ നിഷ്കളങ്ക സമർപ്പണം, പാറമേക്കാവിൽ ഇഞ്ചിയുടെ ലളിതമായ നേർച്ച. ശബ്ദവും വെളിച്ചവും നിറഞ്ഞ പൂരത്തിനിടയിൽ ഇങ്ങനെയൊരു നിശബ്ദ ഭക്തി, അതാണ് പൂരത്തിന്റെ യഥാർത്ഥ ആത്മാവ്. ഇതൊരു വഴിപാടല്ല, ഇത് വിശ്വാസത്തിന്റെ ഒരു വ്യക്തമായ സ്പർശം. ഈ മഹോത്സവത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. തൃശൂരിന്റെ സാംസ്കാരിക ഹൃദയത്തിൽ ദൈവിക ശക്തിയുടെ ഉഗ്രവും സംരക്ഷണവുമായ രൂപമായി നിലകൊള്ളുന്നത് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. ശക്തിയുടെ സാന്നിധ്യം അനുഭവിക്കാവുന്ന ഒരു ദിവ്യ കേന്ദ്രം. ദുർഗയുടെ വൈഭവമാർന്ന രൂപമായ വൈഷ്ണവി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ പുണ്യസ്ഥലം ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയും ആശ്വാസവും നൽകുന്ന ഒരു ആധാരമാണ്. തൃശൂർ റൗണ്ടിന്റെ ഹൃദയഭാഗത്ത് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ സാന്നിധ്യത്തിൽ ചരിത്രവും വിശ്വാസവും കൈകോർക്കുന്ന ഒരു അതുല്യ സ്ഥലം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നായ ഇത് ഓരോ വർഷവും ഒരു മഹോത്സവത്തിന്റെ സ്പന്ദനമായി മാറുന്നു. തൃശൂർ പൂരം, ആ അത്ഭുത ആഘോഷത്തിന്റെ ഹൃദയത്തിൽ അഭിമാനത്തോടെ നിലകൊള്ളുന്നൊരു കേന്ദ്ര ശക്തി. ഇവിടെ ഓരോ മണിയും മുഴങ്ങുമ്പോൾ അതൊരു ദൈവിക വിളിയാണ്. അതുപോലെ മറ്റൊരു വശത്ത് ഭക്തിയുടെ ശക്തിയായി നിൽക്കുന്നു തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃശൂരിന്റെ ആത്മീയ പൈതൃകത്തിൽ ഭക്തിയുടെയും സ്നേഹത്തിന്റെയും ദിവ്യ സാന്നിധ്യമായി വിരിയുന്നത് കൃഷ്ണഭക്തിയുടെ മധുരം നിറഞ്ഞൊരു അനുഭവം. ബാലരൂപത്തിലുള്ള ഉണ്ണികൃഷ്ണന്റെ സ്നേഹവും ഭദ്രകാളിയുടെ ദൈവിക ശക്തിയും ഒന്നിച്ചു ചേരുന്ന ഈ പുണ്യഭൂമി, ആരാധനയുടെ അതുല്യ സമന്വയം. ഓരോ ദർശനവും ഇവിടെ ഒരു നിമിഷം മാത്രമല്ല, ഒരു ആത്മീയ യാത്രയാണ്. തൃശൂർ പൂരം മഹോത്സവത്തിൽ ഗർവോടെ നിൽക്കുന്ന ഒരു പ്രധാന പങ്കാളി. ഇവിടെ മണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അത് കൃഷ്ണന്റെ ഒരു മൃദുവിളിയാണ്. തേക്കിൻകാട് മൈതാനത്തിന്റെ ഹൃദയത്തിൽ വെളിച്ചങ്ങളുടെ ലോകം പോലെ തുറന്നു നിൽക്കുന്നൊരു സ്വപ്നം, അതാണ് തൃശൂർ പൂരത്തിന്റെ എക്സിബിഷൻ. നിറങ്ങളുടെ തിരമാലകൾ പോലെ ഉയർന്ന സ്റ്റാളുകൾ, കൈവേലകളുടെ മാധുര്യം, നാട്ടിന്റെ സവിശേഷതകളെ വിളിച്ചോതുന്ന കരകൗശല വസ്തുക്കൾ, എല്ലാം ചേർന്നൊരു പാരമ്പര്യത്തിന്റെ ഉത്സവം. ഭക്ഷണത്തിന്റെ സുഗന്ധം നിറഞ്ഞ കോണുകൾ, ഓരോ കാൽവെപ്പിലും പുതുമകൾ തുറന്നു കാണിക്കുന്ന അനുഭവം. പൂരത്തിന്റെ താളമിടിപ്പിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ ആവേശം നിറയ്ക്കുന്ന ഈ എക്സിബിഷൻ ഒരു കാഴ്ച മാത്രമല്ല, ഒരു അനുഭവം, ഒരു ഓർമ്മ. തൃശൂർ പൂരത്തിന്റെ മഹിമയിൽ ഒരു പ്രത്യേക അധ്യായം, അതാണ് ആനച്ചമയം പ്രദർശനം. പൂരത്തിന്റെ മുന്നോടിയായി അരങ്ങേറുന്ന ഈ അപൂർവ കാഴ്ച ആനകളുടെ അലങ്കാരങ്ങളുടെ മഹോത്സവം. ഭംഗിയും ഭക്തിയും കൈകോർക്കുന്ന നിമിഷങ്ങൾ. നെറ്റിപ്പട്ടങ്ങൾ പൊന്നിന്റെ തിളക്കത്തിൽ പ്രകാശിക്കുന്നു. മുത്തുക്കുടകൾ നിറങ്ങളുടെ ആഘോഷമായി ആകാശം തൊടുന്നു. ആലവട്ടങ്ങൾ വെൺചാമരങ്ങളും കാറ്റിനൊപ്പം നൃത്തം ചെയ്യുന്നു. ഓരോ അലങ്കാരവും ഒരു കഥ പറയുന്നു. പാരമ്പര്യത്തിന്റെ കഥ, വിശ്വാസത്തിന്റെ കഥ, കേരളത്തിന്റെ സാംസ്കാരിക ആത്മാവിന്റെ കഥ. ഓരോ വസ്തുവും ഒരു കലാസൃഷ്ടി, ഒരു പാരമ്പര്യത്തിന്റെ പ്രതീകം. കണ്ണുകൾ നിറയ്ക്കുന്ന ഭംഗി, മനസ്സ് നിറയ്ക്കുന്ന അഭിമാനം.
ഇവയെല്ലാം ഒരുമിച്ച് കാണുമ്പോൾ പൂരത്തിന്റെ മഹിമ എത്ര വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇതൊരു പ്രദർശനം മാത്രമല്ല, വരാനിരിക്കുന്ന മഹോത്സവത്തിന്റെ ആദ്യ സൂചന. നൂറുകണക്കിന് ആളുകൾ ഒരേ ആവേശത്തിൽ, ഒരേ ആസ്വാദനത്തിൽ ഈ കാഴ്ചകൾ കാണാൻ ഒത്തുചേരുന്നു. ഇതൊരു പ്രദർശനം മാത്രമല്ല, പൂരത്തിന്റെ ആത്മാവിലേക്ക് നയിക്കുന്ന ഒരു പ്രവേശന കവാടം. ആനച്ചമയങ്ങൾ, തൃശ്ശൂർ പൂരത്തിന്റെ നിറക്കാഴ്ചകളുടെ തുടക്കം, ഹൃദയങ്ങളിൽ മറക്കാനാവാത്തൊരു അനുഭവം. പൂരത്തിന്റെ ഭംഗിക്ക് മുന്നോടിയായ ഒരു അത്ഭുത തുടക്കം. പൂര ദിവസമായി. ആദ്യം തന്നെ ഗജരാജാവിന്റെ കുളി കണ്ടുകൊണ്ട് തുടങ്ങാം, അല്ലേ? ഇത് തിരുവമ്പാടി ശ്രീകൃഷ്ണനും ദേവിയും പങ്കെടുക്കുന്ന ചടങ്ങ്. പൂരം ദിനത്തിലെ തിരുവമ്പാടി വിഭാഗത്തിന്റെ പ്രധാന പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു. 3 ആനകൾ സാധാരണയായി തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് ബ്രഹ്മസ്വം മഠത്തിലേക്ക് ആചാരപരമായ ആഭരണങ്ങൾ ധരിച്ച് സ്വരാജ് റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ പുറപ്പെടുന്നു. തൃശ്ശൂർ പൂരത്തിന്റെ ആത്മാവിൽ താളമിട്ട് മുഴങ്ങുന്ന ഒരു അതുല്യ അനുഭവമാണ് വഴിവെക്കിലെല്ലാം വയ്ക്കുന്ന പറകൾ. ഭക്തിയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഈ ചടങ്ങ് പൂരത്തിന്റെ മുന്നൊരുക്കങ്ങളിലൊന്നായി വലിയ പ്രാധാന്യം വഹിക്കുന്നു. പറയെടുപ്പ് എന്നതൊരു സാധാരണ ഘോഷയാത്രയല്ല, അതൊരു സംസ്കാരത്തിന്റെ സജീവ സ്പന്ദനമാണ്. ചെണ്ടമേളത്തിന്റെ ഉച്ചത്തിൽ താളത്തിനൊത്ത് നീങ്ങുന്ന കലാകാരന്മാർ, അലങ്കരിച്ച ആനകൾ എല്ലാം ചേർന്നൊരു ദൃശ്യവിരുന്ന് സൃഷ്ടിക്കുന്നു. ഇവിടേക്ക് നോക്കൂ, 50-ൽ കൂടുതൽ പറകൾ. അരി, നെല്ല്, പഴം, തുളസി, അവിൽ, മലർ, ചേന, ശർക്കര, മത്തൻ, മറ്റു പച്ചക്കറികൾ, പലതരത്തിലുള്ള പുഷ്പങ്ങൾ. ചെണ്ടയുടെ ഓരോ താളവും ഓരോ ചുവടുമാറ്റവും ഒരു പാരമ്പര്യത്തിന്റെ കഥ പറയുന്നു. നൂറ്റാണ്ടുകളായി കൈമാറി വന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും ഇന്നും അതേ ആവേശത്തോടെ തുടരുന്നു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് പൂരത്തിന്റെ മഹത്വം ജനങ്ങളിലേക്ക് വിളിച്ചോതുന്നൊരു വിളംബരമാണ്. തിരുവമ്പാടി ഭഗവതിയുടെ അനുഗ്രഹം തേടി സഞ്ചരിക്കുന്ന ഈ പറയെടുപ്പ് ഓരോ വീട്ടിലേക്കും ഷോപ്പുകളിലേക്കും പൂരത്തിന്റെ സന്തോഷം എത്തിക്കുന്നു. ഇതൊരു ഉത്സവത്തിന്റെ ഭാഗം മാത്രമല്ല, ഇത് തൃശ്ശൂരിന്റെ ആത്മാവാണ്, പാരമ്പര്യത്തിന്റെ പ്രതിധ്വനിയാണ്. ഒരിക്കൽ കണ്ടാൽ മറക്കാനാവാത്ത അനുഭവം. ഇതിൽ 1-2 ഐറ്റംസ് ക്ഷേത്രത്തിലേക്ക് എടുക്കും. ബാക്കിയെല്ലാം അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ ഭഗവാന്റെ പ്രസാദമായി കരുതിയെടുക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.